സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന അല്ലെ നിങ്ങളുടെ മുൻപിലേക്ക് കാണിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ്റെ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അതായത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വയനാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു നല്ല മനുഷ്യസ്നേഹിയും നല്ലൊരു നേതാവുമായിരുന്നു. അല്ലെ രാഷ്ട്രീയം എന്താണെന്ന് പോലും ചിന്തിക്കാതെ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ മഞ്ഞെന്നോ വെയിലെന്നോ ചൂടെന്നോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പണിയെടുത്തൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ടി സിദ്ദിഖിനെ വയനാട്ടിലെ ജനങ്ങളെല്ലാവരും ജയിപ്പിച്ചു വിട്ടു. അതായത് വയനാട് ടൗൺഷിപ്പ് സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവാൻ പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് ടി സിദ്ദിഖിനെ പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് ഈ ഒരു വാർത്തകളിലൊക്കെ നമ്മൾ തെളിഞ്ഞ് അല്ലെങ്കിൽ എടുത്ത് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ടി സിദ്ദിഖ് ഇന്ന് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വയനാട്ടിലെ വീട് എവിടെയെന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പലരും ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ടി സിദ്ദിഖിൻ്റെ ഒരു തുറന്നു പറച്ചിൽ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം കോൺഗ്രസിന്റെ വീട് നിർമ്മാണത്തിൽ കാലതാമസമുണ്ടായെന്നും സംബന്ധിച്ച് മന്ത്രി ടി സിദ്ദിഖ് ഇന്നാണ് ഇവർ പറയുന്നത്. ഈ വയനാട്ടിലെ വീട് നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് കാലതാമസം ഉണ്ടായെന്നുള്ളത് 2024 ഈ സംഭവം ഉണ്ടാവുന്നത്. അതായത് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമലയിലെ ആ ഒരു ദുരന്തം, ആ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ പുതിയ ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ഭരിച്ചിരുന്ന പാർട്ടി അല്ലെങ്കിൽ അന്ന് ഈ കഴിഞ്ഞ മാസം വരെ അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം വരെയും ഭരിച്ചിരുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷമായിരുന്നു. ആ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ അടങ്ങുന്ന ഒരു പാർട്ടി ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കാം അല്ലെ ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി അവർക്ക് വേണ്ടിയിട്ട് ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ വീട് വെച്ച് നൽകും, എൽ ഡി എഫിൻ്റെ വീടിനേക്കാൾ അപ്പുറം ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് നൽകും, 100 വീടുകൾ ഞങ്ങൾ വെച്ച് നൽകുമെന്നാണ് പറഞ്ഞത്. അന്ന് എൽ ഡി എഫ് പറഞ്ഞിരുന്നത് 178 വീടുകൾ വെച്ച് നൽകുമെന്നാണെങ്കിൽ ഇവർ പറഞ്ഞത് 100 വീടുകൾ വെച്ച് നൽകും. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് 60 വീടുകൾ ഞങ്ങൾ അവർക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കപ്പെടും അല്ലെ ചെയ്ത് കൊടുക്കും. 8 ലക്ഷം രൂപ വില വരുന്ന ഓരോ വീടുകളാണ് ഞങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടം, ഇന്നത്തെ പീഡന വീരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും എല്ലാ ആളുകളും മാറി മാറി മെഴുകിയത് ഞങ്ങൾ ഇത്രയും അധികം വീടുകൾ വെച്ച് നൽകും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും മറ്റു ചെയ്യും മറിച്ച് ചെയ്യും എന്നൊക്കെയായിരുന്നു. ടി സിദ്ദിഖ് അവിടെ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. പക്ഷേ ടി സിദ്ദിഖ് പിന്നീട് വയനാട്ടിലെ ശ്രുതി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ വാർത്ത നമ്മൾ കണ്ടതാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ പെരുവഴിയിലായിപ്പോയ ആ പെൺകുട്ടിയുടെ അടുത്ത് വീഡിയോ കോളിൽ അല്ലെങ്കിൽ നേരിട്ട് ചെന്നിട്ട്, വീഡിയോ കോളാണെന്ന് ഞാൻ പറയുന്നില്ല, നേരിട്ട് ചെന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള വീട് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയി ചികിത്സയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ശ്രുതിയുടെ വീട് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കും അല്ലെങ്കിൽ പണി തീർത്ത് ഞങ്ങൾ നൽകിയിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ടി സിദ്ദിഖ് അന്ന് ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തത്. എന്നാൽ ആ പെൺകുട്ടി ആശുപത്രിയിൽ പോയി ആശുപത്രിയിലെ ചികിത്സകളെല്ലാം കഴിഞ്ഞ് തിരികെ എത്തുന്ന സമയത്ത് ആ പെൺകുട്ടി കാണുന്നത് എന്താണ്? വീട് പോയിട്ടൊരു പൂട പോലും അവിടെയെങ്ങുമില്ല. അതായത് ആട് കിടന്നിടത്ത് ആടിൻ്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ ആ പെൺകുട്ടിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് മെഴുകിയത് മാത്രമല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഫണ്ട് എവിടെയാണ്? ആ ഫണ്ട് എവിടെയാണെന്നുള്ള ചോദ്യങ്ങൾ പലതവണ ആവർത്തിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മാധ്യമങ്ങളും ചോദിച്ചതിന് പിന്നാലെ ഇവർ പിന്നീട് KPCC പ്രസിഡന്റ് രംഗത്തേക്ക് വരികയുണ്ടായി. അയാൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് 5 കോടി രൂപയാണ് കിട്ടിയിരുന്നത്, 5 കോടി രൂപയും ചിലവായിപ്പോയി, ഞങ്ങളുടെ ഫണ്ടില്ല, 5 കോടി രൂപയും ചിലവായിപ്പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമി കണ്ടുപിടിക്കുക, ഭൂമി ഏറ്റെടുക്കുക, ആ ഭൂമിയിൽ കല്ലിടുക. ഇതിനു വേണ്ടി തന്നെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന 5 ലക്ഷവും അല്ല 5 കോടിയും പോയി. 5 കോടി പോയി കഴിഞ്ഞിട്ട് പിന്നെന്താണ് സംഭവിച്ചത്? 5 കോടി 500 കോടി 5000 കോടി എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും വാട്ടവർ, അതെല്ലാം പോയി. അങ്ങനെ ഈ പറയുന്ന എമൗണ്ട് പോയിട്ട് ആപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ശതമാനം 1.5 കോടി 2 കോടിയധികം മുകളിൽ അതിൻ്റെയും പോയിട്ടുണ്ട്. പിന്നെ വയനാട്ടിലെ ഈ ടൗൺഷിപ്പ് പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് ഭൂമി കിട്ടിയത് പിന്നെ എവിടെ നിന്നാണ്? എല്ലാം കണ്ടുപിടിച്ചത് കൊണ്ടാണ് അല്ലേ, കഴിവുള്ളത് കൊണ്ടും അവരുടെ പറയുന്ന കാര്യങ്ങളിൽ മാത്രം നീതി പുലർത്തിയത് കൊണ്ടും മാത്രമാണ് ഇടതുപക്ഷ സർക്കാരിന് ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്തായാലും ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുണ്ട്. KT ജലീൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയും ഇപ്പോഴത്തെ നമ്മുടെ പൂക്കി CM ആയിട്ടുള്ള VD സതീശനെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ അദ്ദേഹം പറയുന്നത്, ഒരു താരതമ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് VD സതീശൻ പറഞ്ഞിരുന്നത് അധികാരമേറ്റ് 10 ദിവസത്തിനുള്ളിൽ പരിഹരിക്കും വിഷയം, പക്ഷേ വിഷയം ഇപ്പോൾ മറ്റൊരു തലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെങ്ങനെയാണ് താങ്കളുടെ ഒരു അഭിപ്രായം? 10 ദിവസത്തിനുള്ളിൽ പരിഹരിക്കും. 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 10 ദിവസത്തി
ഭൂമി പ്രശ്നം 10 മിനിറ്റിനകം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്യട്ടെ. ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യവും അദ്ദേഹം ചെയ്യാതിരുന്നിട്ടില്ല. അതാണ് പിണറായി വിജയനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. പക്ഷേ വി ഡി സതീശൻ നേരെ മറിച്ചാണ്. പറയാൻ പറ്റാത്തതാണ് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളായിട്ട് നടത്തുക. എന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും മുടന്ത ന്യായങ്ങളുണ്ടോ എന്ന് നോക്കി അത് ആളുകളോട് പറയുകയാണ് ചെയ്യുന്നത്. മുനമ്പം പ്രശ്നം വഖഫ് ഭൂമി അല്ല അത് എന്ന് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മെഴുകുക എന്നുള്ളതാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ പൂക്കി മുഖ്യമന്ത്രിയുടെ, ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശരിക്കുള്ള സ്വഭാവം, അല്ലെങ്കിൽ അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടപ്പിലാക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ, കഴിവെന്ന് പറയുന്ന സാധനം വട്ടപൂജ്യവും ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ വാക്കുകളും അതാണ് 100% നിൽക്കുന്നത്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ 0യും പറയുന്ന കാര്യങ്ങൾ 100ഉം. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വസ്തുത തന്നെയാണ്. എന്നാൽ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇവർക്കൊക്കെ പൊളിവചനങ്ങൾ മാത്രം മതിയെന്നേ, വെറും ഒരു ചിരി മതിയെന്നേ, മൂഞ്ചി ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മണ്ടന്മാരും മൂഢന്മാരും, പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമ പാപ്പരാസികൾ ഇവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് തന്നെ ബൂസ്റ്റ് ചെയ്ത് UDF ആണ് ശരി, UDF ചെയ്യുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് കേട്ട് വിശ്വസിക്കുന്ന കുറച്ച് മണ്ടന്മാരായിട്ടുള്ള പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളെന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ടി സിദ്ദിഖിൻ്റെ ആ ഒരു പ്രസ്താവന ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ കാണിച്ചു തരാം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായിട്ട് കോൺഗ്രസ് പാർട്ടി വിളിച്ചു നൽകുന്ന വീടിന്റെ നറുക്കെടുത്തിട്ട് 100 ദിവസം പിന്നിട്ടു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, എന്താണ് പെട്ടു കഴിയുമെന്നാണ് പാർട്ടി അതിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ബാക്കി കാണിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. ഈ അണികൾ കാണുന്നുണ്ടെങ്കിലും നേതാക്കന്മാർ കാണുന്നുണ്ടെങ്കിലും മാധ്യമ പാപ്പരാസികൾ കാണുന്നുണ്ടെങ്കിലും എക്സ്പെഷ്യലി സ്മൃതീശനാദി ഉണ്ടല്ലോ, സ്മൃതീശനാദികൾ കാണുന്നുണ്ടെങ്കിലും ഈ ഉത്തരം ശരിക്കും പറഞ്ഞാൽ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ അവരുടെ വാക്കുകൾ ഇടറും. ഒരു വിക്കുമില്ലാത്ത, സംസാരിക്കുമ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. എന്നാൽ കള്ളം പറയുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കള്ളം പറയുന്ന സമയത്ത് കുറച്ച് വിക്കുകളൊക്കെ വരും. അത് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വരും. ഇല്ലാത്തൊരു കാര്യം ഓർത്തെടുത്ത് പറയുക, ഉള്ളൊരു കാര്യം നമ്മൾ എടുത്ത് പറയുന്നത് പോലെ ഇല്ലാത്തൊരു കാര്യത്തിന് ഓർത്തെടുത്ത് പറയുമ്പോൾ ഈ പറയുന്ന വിക്കുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പറയാൻ പറ്റാതെ വരിക, ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി പോവാം, ഒരു മനുഷ്യ സഹജമാണ്. അപ്പം അങ്ങനെ ടി സിദ്ദിഖ് പറയുന്ന കാര്യങ്ങളിലും, അല്ലെങ്കിൽ ടി സിദ്ദിഖ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറി പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല. എന്ത് കള്ളം പറയണമെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളത് കാണിച്ചു തരാം, ബാക്കി കണ്ടു നോക്കാം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വൈകൽ ഉണ്ടായിട്ടുണ്ട്. വൈകലിന് 2 റീസണാണ്. ഒന്ന്, ആദ്യം ഞങ്ങൾക്ക് ഭൂമി കിട്ടാനുള്ള വൈകലുണ്ടായി. 2, ഇതിന്റെ പെർമിഷൻ കിട്ടാനുള്ളതായിരിക്കുന്ന വൈകലുണ്ടായി. ഇതിന്റെ ഇപ്പൊ ഞങ്ങള് ജില്ലാ ടൗൺ പ്ലാനർക്ക് ഇതിന്റെ എല്ലാ ക്രമീകരണവും നടത്തി ഞങ്ങൾ കൊടുത്ത അപ്ലിക്കേഷന്റെ മേലെ 17 കുറിയിട്ട് ഞങ്ങൾക്ക് അതിന് മറുപടി തന്നു. അതിന്റെ റെക്ടിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചതായ റിപ്പോർട്ട് അടക്കം റെക്ടിഫൈ ചെയ്ത് ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ മറുപടിയുടെ മേലെ ഇനി ഞങ്ങൾക്ക് ദിവസങ്ങൾക്കകം അതിന്റെ ലേഔട്ട് പെർമിഷൻ കിട്ടും. പെർമിഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പോ കിണറിന്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞു. ഇനി അതിന്റെ പെർമിഷൻ ഒരു ദിവസങ്ങൾക്കകം വിത്തിൻ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിർമ്മാണം ആരംഭിക്കും. നിർമ്മാണം നടത്തുന്ന നിർമ്മാണ ഏജൻസി, കൺസ്ട്രക്ഷൻ സ്ഥാപനം ഈ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തൊക്കെ കേട്ടാ ജീവിക്കാൻ പറ്റും അല്ലേ? അതായത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനം കയറിക്കിടക്കാൻ ഒരു വീടല്ല, വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ഒരു വീടല്ല, ഒരു മേൽക്കൂരയല്ല ആവശ്യം, കിണറാണ് ആവശ്യം. കോരി കുടിക്കാൻ വെള്ളമല്ലേ ആവശ്യം. ദാഹജലമാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനം. അതുകൊണ്ട് ഞങ്ങൾ കിണറെല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 2024 നടന്നൊരു സംഭവമാണ്. ഇപ്പം 100 ദിവസങ്ങൾ പിന്നിട്ടെന്ന് ഇവർ പറയാൻ ശ്രമിക്കുന്നു. ആ 100 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ച എന്താണ്? 100 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ പണിതത് ഒരു കിണറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് സുന്ദര കില്ലാടികളുടെ ആരെങ്കിലുമൊക്കെ ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം 100 ദിവസം കൊണ്ടൊക്കെ ഒരു കിണർ പണിതെടുക്കുക, അല്ലെങ്കിൽ 100 ദിവസം വേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വലിയൊരു സംഭാവന തന്നെയാണ്. ടി സിദ്ദിഖ് അടക്കമുള്ള വയനാട്ടിലെ നന്ദികെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ നൽകിയിരിക്കുന്ന വലിയൊരു സംഭാവന തന്നെയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ, വെള്ളം കോരി കുടിപ്പിൻ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. അതായത് ഈ 100 ദിവസം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്?
അവർക്ക് 178 വീടുകളാണ് പണിത് നൽകിയിരിക്കുന്നത്. എന്നാൽ ആ 178 വീടുകളിൽ 100 വീടുകളും പണിത് അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടന സമയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ടി സിദ്ദിഖ് അടങ്ങുന്ന കൊങ്ങിക്കുട്ടന്മാർക്ക് കുരു പൊട്ടിയിട്ട് എന്താണ് ചെയ്തത്? വീടുകളിലെല്ലാം വിള്ളലാണെന്നേ, വെള്ളമൊക്കെ കിനിഞ്ഞിറങ്ങുന്നുണ്ടെന്നേ. എന്നാൽ ഈ പറയുന്ന ആളുകളുടെ കാര്യം, OJ ജനീഷ് എന്ന് പറയുന്ന ഒരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾ പറയുന്ന ആളുകളെ പറ്റി ചിന്തിക്കണം. വീട് പോയിട്ട് വീടിന് വേണ്ടി തറക്കല്ലിടാൻ പോലും സാധിക്കാത്ത കുറച്ച് മണ്ടന്മാരായിട്ടുള്ള വെറും കൊങ്ങികളാണ് ഇടതുപക്ഷത്തിനെതിരെ, വീട് വെച്ച് കൊടുത്തിരിക്കുന്ന ആളുകൾക്കെതിരെ പറയുന്നത്. നിങ്ങളുടെ അന്ന് അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഒന്നും വീടുകളിൽ വെള്ളം കിനിഞ്ഞിറങ്ങില്ല സാറന്മാരെ, അല്ലെ നിങ്ങളുടെ ഒന്നും വീടുകളിൽ വിള്ളലുകളെ ഉണ്ടാവില്ല. കാരണം പറയാനായിട്ട് നിങ്ങളൊരു വീട് വെച്ച് നൽകിയിട്ടില്ല. അതായത് ഈ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി. ആ രീതിയെയാണ് ഇവർ അവലംബിക്കുന്നത്. അതായത് വീട് വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലാത്ത, അല്ലെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കഴിവുമില്ലാത്ത മുഖ്യമന്ത്രി അടക്കമുള്ള ഇവരുടെ അണികൾ, മൂത്ത കൊങ്ങികളും ഇളയ കൊങ്ങികളും എല്ലാം കൂടി വന്നിരുന്നുകൊണ്ട് മെഴുകാൻ ശ്രമിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ചെയ്തു കൊടുക്കും, എന്ന് ചെയ്തു കൊടുക്കും. എവിടെയാണ് കിണർ പണിതിരിക്കുന്നത്? ഒരു കിണറെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും കൊങ്ങിക്കുട്ടന്മാർക്ക് ഏതെങ്കിലും ഒരു കിണർ കാണിച്ചു തരാൻ പറ്റുമോ? വയനാട്ടിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെ പലയിടത്തും പോയി പല കിണറും കാണിച്ചു തരാൻ നീയൊക്കെ. അപ്പൊ കിണറായി വീടായില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ന് ഇവരിപ്പോൾ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവന്മാരുടെയൊക്കെ മെഴുകലുകൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മണ്ടന്മാരുണ്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെ. പ്രബുദ്ധ കേരളം നീ എടുത്തു പറയാം, നമ്മുടെ കേരളത്തിന് അങ്ങനെയാണല്ലോ പറയുന്നത്. പ്രബുദ്ധ കേരളത്തിലെ മലയാളികൾ വലിയ വിദ്യാസമ്പന്നരാണ്, വലിയ അറിവ് വിവേകമുള്ളവരാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വകതിരിവെന്ന് പറയുന്ന സാധനം വട്ടപൂജ്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്ന ഭരണപക്ഷം ആയിരുന്ന, അല്ലെ ഹൃദയപക്ഷം എന്നൊക്കെ നമ്മൾ വിളിക്കാൻ പറ്റുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ തോൽപ്പിച്ചിട്ട് ഒന്നും ചെയ്തു കൊടുക്കാതെ വെറും വാക്കും പറഞ്ഞ്, VD സതീശന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എന്തായാലും അനുഭവിച്ചു എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അനുഭവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും, കേരളം മുഴുവനും അനുഭവിക്കേണ്ടി വരും. ഇനിയുള്ള 5 വർഷം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ അധികാരത്തിൽ വന്ന് വെറും 3 ദിവസം കൊണ്ട് തന്നെ പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്ത് കയറിയ, കുതിര കയറിയ ആളുകളാണ് പൂക്കി CM-ന്റെ ആളുകൾ. പിന്നെ ഇനിയും വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ സംഖ്യകൾ മെഴുകാൻ തുടങ്ങി, സംഖ്യകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുത്ത് കൊടുത്തു തുടങ്ങി. അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ മാറ്റി പറഞ്ഞൊരു ദിവസം അധികം വിദൂരമല്ല എന്ന് വീണ്ടും ഞാൻ പറയുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.